ഹായ് ഹലോ നമസ്കാരം. കുറഞ്ഞ ചെലവിൽ KSRTCയിൽ നമുക്കൊരു യാത്ര പോയാലോ? കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ. ഹായ് ഹലോ, എൻ്റെ പേര് സഫ്വാൻ. വൈബ് സ്റ്റോറീസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലപ്പുറം ജില്ലയിലെ കോടൂരിലാണ് എൻ്റെ വീട്. ഇവിടെ നിന്നും പ്രൈവറ്റ് ബസ്സിൽ ഞാൻ കോട്ടക്കൽ നിന്നാണ് ഈ യാത്ര ആരംഭിക്കുന്നത്. എൻ്റെ വീട്ടിൽ നിന്നും പ്രൈവറ്റ് ബസ്സിൽ നിന്ന് 30 രൂപ ചെലവിലാണ് ഞാൻ കോട്ടക്കലെത്തിയത്. കോട്ടക്കൽ നിന്നും KSRTCയുടെ സൂപ്പർ ഫാസ്റ്റ് ബസ്സിലാണ് ഞാൻ യാത്ര പോയത്. തൃശ്ശൂരിലേക്കാണ് ഞാൻ ടിക്കറ്റ് എടുത്തത്. 90 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അങ്ങനെ തൃശ്ശൂരിൽ ഞാൻ ബസ് ഇറങ്ങി. അവിടെ നിന്നും ചാലക്കുടിയിലേക്ക് ടിക്കറ്റ് എടുത്തു. തൃശ്ശൂരിൽ നിന്നും ചാലക്കുടിയിലേക്ക് 45 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അങ്ങനെ ചാലക്കുടിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ഈ കാണുന്നതാണ് തൃശ്ശൂരിൽ പുതുതായി നിർമ്മിച്ച ആകാശപാത. ഇത് ഫുള്ളി ഗ്ലാസ് വെച്ച് ചെയ്തതാണ്. ഇതിൽ ഗ്ലാസ് വെച്ച് എയറൊന്നും പുറത്തേക്ക് കടക്കാത്ത രീതിയിൽ AC വരെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മുഴുവനായും സോളാർ പവറിലാണ് വർക്ക് ചെയ്യുന്നത്. മനോഹരമായ തൃശ്ശൂരിലെ കാഴ്ചകൾ കണ്ട് അങ്ങനെ ചാലക്കുടിയിലേക്കുള്ള യാത്രയിലാണ്. അങ്ങനെ തൃശ്ശൂരിലെ കാഴ്ചകൾ കണ്ട് കുറച്ച് ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ചാലക്കുടി KSRTC സ്റ്റാൻഡിലെത്തി. അങ്ങനെ കുറച്ച് സമയം കാത്തു നിന്നു. നമ്മുടെ ബസ് എത്തി. അതിരപ്പള്ളിയിലേക്കുള്ള ബസ് എത്തി. സാധാരണ 1 മണിക്കാണ് ഈ ബസ് എടുക്കാറുള്ളത്. ഞാൻ പോയ സമയം നോക്കിയിട്ടുള്ളത് ചോദിച്ചപ്പോൾ 1 മണിക്കാണ് ബസ് കറക്റ്റ് എടുക്കുക. പക്ഷേ ഇതിന്ന് വർക്ക്ഷോപ്പിലൊക്കെ പോയി നേരം വൈകിയത് കാരണം കുറച്ച് ടൈമായി. 1:20-നാണ് ഈ ബസ് എടുത്തത്. 40 രൂപയാണ് ചാലക്കുടിയിൽ നിന്നും അതിരപ്പള്ളിയിലേക്കുള്ള ടിക്കറ്റ് ചാർജ്. അങ്ങനെ ബസ്സിൽ കയറി. ഒഴിവ് ദിവസമൊന്നും അല്ലാത്തിരുന്നാൽ ബസ്സിലെ ആളുകളൊക്കെ കുറവായിരുന്നു. അങ്ങനെ ബസ് ഫസ്റ്റായിട്ട് ഇവിടുത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെത്തി. ഈ കാണുന്ന ചീനിക്കാസ് എന്ന ഈ ഒരു ബസ്സാണ് നമ്മുടെ പ്രൈവറ്റായിട്ട് പോകുന്ന ബസ്. ഞാൻ യൂട്യൂബിൽ കണ്ടതാണ്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങളാണ് പുറപ്പെട്ടത്. സാധാരണ ചീനിക്കാസാണ് ആദ്യം പുറപ്പെടാറുള്ളത്. അങ്ങനെ KSRTCയുടെ മുൻപ് തന്നെ എനിക്ക് സീറ്റ് കിട്ടി. കാഴ്ചകളെ കാണാൻ വളരെ എളുപ്പമായിരുന്നു മുന്നിലായതുകൊണ്ട്. അങ്ങനെ ബസ് ഇങ്ങനെ കുറേ ദൂരം പോയി. നല്ല അടിപൊളി കാഴ്ചകൾ. ഇവിടുത്തെ പ്രത്യേകത, എല്ലാ വീട്ടിലും ഓരോ ഫലവൃക്ഷത്തൈകൾ കണ്ട് ഞാൻ. ജാതിക്കയുണ്ട്, അതുപോലെ തന്നെ മാംഗോസ്റ്റിന്, റംബുട്ടാൻ, എല്ലാ വീട്ടിലും ചെടികളും നല്ല അടിപൊളി വീടുകളൊക്കെ ഉണ്ട് ഈ റൂട്ടിൽ. പിന്നെ കാട്ടിലൂടെയുള്ള യാത്രയാണ്. അതിരപ്പള്ളിയിലേക്കുള്ള ഒരുവിധം യാത്രയൊക്കെ നല്ല ഉൾക്കാട്ടിലൂടെയാണ്. അതുപോലെ തന്നെ റോഡ് അടിപൊളി റോഡുകളാണ്. ഈ ഒരു റോട്ടിലൂടെ വന്യമൃഗങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഏരിയയാണ്. അതായത് ക്രോസിങ് ഏരിയ ഒരുപാടുണ്ട്. ബോർഡുകളുണ്ട്. അതുപോലെ തന്നെ വന്യജീവി വകുപ്പിൻ്റെ ബോർഡുകളുണ്ട് ഓരോ സ്പോട്ടിലും. അപ്പോൾ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ യാത്ര പോയി. KSRTC ആയതുകൊണ്ട് യാത്ര വളരെ കംഫർട്ടായിരുന്നു. അടിപൊളിയാണ്. അങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ മുന്നോട്ട് പോയി. പോകുന്ന വഴികളെല്ലാം അതിമനോഹരമാണ്. അതുപോലെ തന്നെ ഉൾക്കാട്ടിലൂടെയുള്ള ഈ യാത്ര ഭയങ്കര രസമാണ്. പിന്നെ ഈ ഭാഗത്ത് ഒരുപാട് ക്രിസ്തീയ ദേവാലയങ്ങളുണ്ട്. അതിമനോഹരമായിട്ടുള്ള ഭയങ്കര വലിപ്പത്തിലുള്ള ക്രിസ്തീയ ദേവാലയങ്ങൾ ഒരുപാട് കണ്ട്. കുറച്ച് ദൂരം അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ സൈഡിലൊക്കെ മലനിരകൾ എത്തി തുടങ്ങി. ഏകദേശം നമ്മൾ അതിരപ്പള്ളിയിലേക്കുള്ള എത്തിയിട്ടില്ലെങ്കിൽ പോലും ഏകദേശം എത്താനായി. 16 കിലോമീറ്ററോളം ഉണ്ട് ഇനി ഇവിടെ നിന്ന്. ചാലക്കുടിയിൽ നിന്നും അതിരപ്പള്ളിയിലേക്ക് ഏകദേശം 30 കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ട്. അപ്പോൾ കുറേ ദൂരം ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങനെ പോകുന്ന വഴിയരികിൽ നമ്മുടെ വാട്ടർ തീം പാർക്കായ സിൽവർ സ്ട്രോം കാണാൻ കഴിഞ്ഞു.
ഇവിടെ നിന്നും ഏകദേശം 16 കിലോമീറ്ററോളം ഇനിയും അതിരപ്പള്ളിയിലേക്ക് പോകാനുണ്ട്. പോകുന്ന വഴി നമ്മൾ നേരത്തെ കാണിച്ച ചീനിക്കാസ് ബസ് ഇതാ നമ്മുടെ മുന്നിലുണ്ട്. അവർ ഈ ബസ് മലക്കപ്പാറ അതുപോലെ തന്നെ അതിരപ്പള്ളി അങ്ങനെ ഈ ഒരു വഴിയിലൂടെയൊക്കെ അവർ പോകുന്നു. ഈ ബസ് ഈ റൂട്ടിലൂടെയൊക്കെ പോകുന്നുണ്ട്. ഞാൻ KSRTCയിലൂടെയുള്ള യാത്ര എന്ന രീതിയിലാണ് പ്രൈവറ്റ് സ്റ്റാൻഡിൽ കയറാതിരുന്നത്, പ്രൈവറ്റ് ബസ്സിൽ കയറാതിരുന്നത്. അങ്ങനെ അതിരപ്പള്ളിയിലെത്തി. ഇവിടെ അതിരപ്പള്ളിയിൽ അത്യാവശ്യം തിരക്കുണ്ട്, ആളുകൾ, ഒരുപാട് വാഹനങ്ങൾ, അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ് വേറെ ഒന്നും അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബസ് അവിടെ എത്തി. അവരിഞ്ഞ് അതിരപ്പള്ളിയിലേക്ക് മാത്രമുള്ള ബസ്സായതുകൊണ്ട് ഇവിടെ തിരിച്ച് കുറച്ച് നേരം ഇട്ടതിന് ശേഷമാണ് പോകുന്നത്. ഭക്ഷണം കഴിക്കാൻ കയറി. ഞാൻ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഇവിടെ തൊട്ട് താഴെ ഫസ്റ്റ് ഒരു എൻട്രൻസ് ഉണ്ട്, ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ എതിർവശത്തായിട്ടുള്ള SBTയുടെ ഒരു ATM മെഷീനൊക്കെ ഉണ്ട്. അങ്ങനെ മെഷീനിൽ നിന്നും പൈസ എടുക്കാൻ വന്ന സമയത്ത് മഴ പെയ്ത്, അത്യാവശ്യം നല്ല മഴ. അങ്ങനെ മഴയൊക്കെ കണ്ട് ആസ്വദിക്കുന്ന സമയത്താണ് നമ്മുടെ ബസ് ഇതാ തിരിച്ചു പോകുന്നുണ്ട്. മഴ ഒന്ന് ചോർന്ന സമയത്ത് ഞാൻ കുറച്ച് ദൂരം മുന്നോട്ട് നടന്നു. അപ്പോൾ ഇവിടെ ഒരു കിടിലം വ്യൂ പോയിൻ്റ് ഉണ്ട്. ഈ ഒരു അതിരപ്പള്ളി വാട്ടർഫോൾസ് കാണാനുള്ള ഒരു കിടിലം വ്യൂ പോയിൻ്റ്. ഇതുവരെ അകത്തേക്ക് പ്രവേശിച്ചിട്ടൊന്നുമില്ല. ഇത് പുറത്തു നിന്നുള്ളൊരു വ്യൂ പോയിൻ്റാണ്. കിടിലനാണ് ഇവിടെ നിന്ന് ഈ അതിരപ്പള്ളിയുടെ വിദൂരമായിട്ടുള്ള ഈ ദൃശ്യം കാണാൻ. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കുന്നിടയിലതാ ഒരു മലയണ്ണാനെ കണ്ടു. അപ്പോൾ അത് ഞാൻ കുറച്ച് നേരം നോക്കി നിന്നു. അങ്ങനെ മരക്കൊമ്പിലൂടെ ചാടി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് വീണ്ടും ഞാൻ മുകളിലോട്ട് നീങ്ങി. അപ്പോൾ ഇവിടെയാണ് അതിരപ്പള്ളിയിലേക്കുള്ള ആ ഒരു എൻട്രൻസ് വരുന്നത്. ഈ താഴേക്കുള്ള റോഡ് കാപ്പ വെള്ളച്ചാട്ടം, ഷോളയാർ, മലക്കപ്പാറ, വാൾപ്പാറ, അങ്ങനെ ആ റൂട്ട് പൊള്ളാച്ചിയിലേക്കുള്ള റൂട്ടൊക്കെയാണ് താഴേക്കുള്ളത്. ഇതാണ് മെയിൻ എൻട്രൻസ് വരുന്നത്. ഇവിടെ ഇടതുവശത്താണ് ടിക്കറ്റ് കൗണ്ടർ. 50 രൂപയാണ് ടിക്കറ്റ്. അപ്പോൾ ഇവിടെ ഇത് വെച്ചിട്ടുണ്ട്. താഴത്തെ കൗണ്ടറിൽ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വെച്ച് പിന്നെ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾ ടിക്കറ്റ് കാണിച്ച് മുകളിലോട്ട് കയറി. മുകളിൽ പോകുന്ന വഴികളിലൊക്കെ നല്ല കൈവരികളുണ്ട്. അതുപോലെ തന്നെ കല്ലുകൾ പാകിയ സ്ഥലമാണ്. സ്ലിപ്പാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചൊക്കെ പോവുക. കുറച്ച് ദൂരം ചെറിയൊരു കയറ്റാണ്, പിന്നെ ഫുള്ള് ഇറക്കമാണ്. അപ്പോൾ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നി. അങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ പോയി നടന്നു. അത്യാവശ്യം നടക്കാനുണ്ട് നമ്മളെ വെള്ളച്ചാട്ടം കാണാൻ പോകുന്നതിന് വേണ്ടി. നല്ല റോഡുകൾ, നല്ല വഴികളാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, മരച്ചുവട്ടിലുള്ള ഇരിപ്പിടങ്ങളുണ്ട്. അതുപോലെ തന്നെ കൂൾ ബാർ പോലത്തെ സെറ്റപ്പുകളുണ്ട്. അതുപോലെ തന്നെ കുട്ടികളെ മുലപ്പാൽ ഫീഡ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അതുപോലെ തന്നെ വാഷ്റൂം കാര്യങ്ങളെല്ലാം സൗകര്യമുണ്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഫസ്റ്റ് വ്യൂ. ഇങ്ങനെ പാറക്കെട്ടുകൾക്കിടയിലൂടെയുള്ള ഒരു കാഴ്ച. അതുപോലെ തന്നെ നല്ല കോടമഞ്ഞ്, അടിപൊളി വ്യൂ. ഇത് നമുക്ക് ക്യാമറയിൽ അല്ലെങ്കിൽ ഫോണിലോ കാണുമ്പോഴുള്ള ഒരു സെറ്റപ്പൊന്നുമല്ല. ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ അതിമനോഹരം തന്നെ എന്ന് പറയാം. അപ്പോൾ അതാണ് അത് കാണുന്നതാണ് വെള്ളച്ചാട്ടം. അതുപോലെ തന്നെ ആ വെള്ളച്ചാട്ടം തൊട്ടടുത്തുള്ള ആ ഒരു ഓലപ്പുര നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത്. അങ്ങോട്ട് പോകുമ്പോൾ നടക്കാൻ പ്രയാസമുള്ളവരിൽ അതുപോലെ തന്നെ പ്രായമുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കുക. അത്യാവശ്യം താഴെ ഭാഗത്തൊക്കെ പോകണം. വളഞ്ഞു വളഞ്ഞു പോകുന്ന വഴികളാണ്. പിന്നെ കരിങ്കല്ലുകൾ പാകിയ സ്ഥലമാണ്, വഴിക്കലുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചു പോവുക. പോകാൻ എളുപ്പമാണ്. ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും തിരിച്ചു കയറുമ്പോൾ അത്യാവശ്യത്തിന് നമ്മളൊന്ന്
റിസ്ക് എടുക്കണം. കാരണം അത്യാവശ്യം കയറ്റമായിരിക്കും ഈ വന്ന ഇറക്കം മൊത്തത്തിൽ. അങ്ങനെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ കിഡിലം വ്യൂ. നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കണതാ. ഇങ്ങോട്ട് ഇറങ്ങണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ മഴയില്ലാത്ത കാരണത്താലാണ് ഈ ഒരു 3 ഭാഗത്ത് മാത്രം വെള്ളം ചാടുന്നത്. മഴ ഉണ്ടെങ്കിൽ അത് മൊത്തത്തിൽ നിങ്ങൾ ഈ വീഡിയോസിലൊക്കെ കണ്ട പോലെ അത്യാവശ്യത്തിന് ഫോഴ്സ് ഉണ്ടാവും. ഒരുപാട് ആളുകൾ കാണാൻ വന്നിട്ടുണ്ട്. വിദേശികളായിട്ടുള്ള ആളുകൾ, സ്വദേശികളായിട്ടുള്ള ആളുകളും. ഇതിൻ്റെ തൊട്ട് പിറകുള്ളൊരു സ്ഥലം കേട്ടോ, ബാക്ക് സൈഡിലുള്ള. നല്ല രസമുണ്ട്, നല്ലൊരു അടിപൊളി സീനറി, ഒരു പച്ചപ്പ്. അപ്പോൾ ആളുകൾ ഇങ്ങനെ കൂടി വരുന്നുണ്ട്, കാഴ്ചക്കാർ. അപ്പോൾ ഇതാണ് നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം. നല്ല അടിപൊളി കാഴ്ചകളാണ്. ഒരുപാട് ആളുകൾ ഇങ്ങനെ നേരം വൈകുന്നതനുസരിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം 5 മണിക്ക് ഇത് ക്ലോസ് ചെയ്യുന്ന കാരണത്താലാണ് ആളുകൾ പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. മുകൾ ഭാഗം കുഴപ്പമില്ല, ഏത് സമയത്തും കാണാം. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് തിരിച്ച് കയറി അത്യാവശ്യത്തിന് കയറ്റുണ്ട് കേട്ടോ. ഒരുപാട് നടക്കാനുണ്ട്, ഒരുപാട്. നമ്മൾ നല്ല കഷ്ടപ്പാടാണ് നടന്ന് മുകളിലെത്തണമെങ്കിൽ. കാരണം അത്തരം കഴിവുള്ള ആളുകൾ, നടക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ പ്രയാസങ്ങളില്ലാത്ത ആളുകൾ മാത്രം ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഉള്ളത് പറയുകയാണെങ്കിൽ. അങ്ങനെ നടന്ന് ഏകദേശം എൻട്രൻസിൻ്റെ അടുത്തെത്താനായി. പോയ പോലൊന്നുമല്ല, തിരിച്ചു വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പോയപ്പോൾ ഫുള്ള് ഇറക്കമായിരുന്നു, വരുമ്പോൾ ഫുള്ള് കയറ്റാം. അങ്ങനെ മുകളിലെത്തി ഞാൻ തിരിച്ചിറങ്ങി. നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ നിന്നും ഇറങ്ങി പുറത്ത് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കേളായറിന ബസ്സിലാണ് ഞാൻ തിരിച്ചു പോകുന്നത്. കാരണം KSRTC ഇവിടെ കാണുന്നില്ല. തൽക്കാലം ഞാൻ തിരിച്ചു പോകുന്നത് ഈ ഒരു കേളായറിന ബസ്സിലാണ്. ടൂറിസ്റ്റ് ബസ്സുകൾ വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഞാൻ ഇവിടെ നിന്നൊരു ചായ കുടിച്ചു. ഒരുപാട് കുട്ടികളൊക്കെ വരുന്നുണ്ട്. ഏതോ സ്കൂളിൽ നിന്നാണ് 3-4 ബസ് വന്നു. അങ്ങനെ കേളായറിന ഈ ഒരു ബസ്സിൽ ഞാൻ കയറി. ഇവിടെ കയറി ഞാൻ ചാലക്കുടി ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ നിന്ന് തൃശ്ശൂർ ബസ് സ്റ്റാൻഡിലേക്ക് എത്തി. ഇവിടെ നിന്നും നിലമ്പൂർ വഴി പോകുന്ന ബസ്സിലാണ് ഞാൻ പോകുന്നത്. അതായത് പെരിന്തൽമണ്ണ എനിക്ക് ഇറങ്ങാൻ കഴിയും, പെരിന്തൽമണ്ണയിൽ നിന്നും മലപ്പുറത്തേക്ക്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ യാത്ര.